ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പാൽ പായസത്തിൻ്റെയാണ് കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങൾ താത്താൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. ശനിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ലീവും അല്ലേ, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് കരുതി. എല്ലാവരും കൂടെ ഇങ്ങനെ ഇടയ്ക്ക് പോകും കേട്ടോ അങ്ങോട്ട്. അപ്പം ഇവിടെ ഞാനും എൻ്റെ ഇളയച്ചിയും പിന്നെ ഉമ്മ ഉപ്പ പിന്നെ കുട്ടികൾ പിന്നെ ഇളയച്ചനും ഹസ്ബൻഡും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വലിയൊരു കൂട്ടുകുടുംബമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒഴിവ് കിട്ടുന്ന ദിവസമൊക്കെ ഞങ്ങൾ താത്താൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ പോയപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പാൽ പായസം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അതിലേക്കുള്ള സേമിയൊക്കെ പൊട്ടിച്ച് കൂട്ടിയിട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു 4 പാക്കറ്റ് പാല് പൊട്ടിച്ച് ഗ്യാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ ചവ്വരി ചേർത്ത് കൊടുത്തു. അതിൻ്റെ വീഡിയോ വിട്ടുപോയി, എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതാ ചട്ടി ചൂടായി വന്നപ്പോൾ സേമിയ വറുത്തെടുക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ സേമിയൊക്കെ ഒന്ന് ഇളക്കി അതിനങ്ങനെ വറുക്കാണ്. അപ്പോൾ എന്നെയും കാട്ടി ഹൈറ്റിലായിരുന്നു കേട്ടോ ഗ്യാസും ചട്ടിയൊക്കെ. ഞാൻ എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ഇളക്കിയെടുത്തു. പിന്നെ അതൊക്കെ ഇതാ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നൊരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ തീ ഓഫ് ചെയ്തിടുക. പിന്നെ അപ്പോഴേക്കും ചവ്വരിയൊക്കെ വെന്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ ചവ്വരിയാണ് ഞാനതിൽ ചേർത്തത്, അതുകൊണ്ട് കുതിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അത് ആ സമയം കൊണ്ട് ജാറിലേക്ക് പഞ്ചസാര ചേർത്തു. പിന്നെ ഒരു 5-6 ഏലക്കായ കേട്ടോ. അത് ഫ്ലേവർ കൂട്ടുന്നവർക്ക് കൂട്ടാം, കുറയ്ക്കുന്നവർക്ക് കുറയ്ക്കാം. ഞാൻ ഇപ്പോൾ ഒരു 5-6 എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് വന്നു. അപ്പോഴേക്കും പാലും ഒക്കെ തിളച്ച് ചവ്വരിയൊക്കെ നന്നായി വെന്ത് വന്നപ്പോൾ പിന്നെ അതിലേക്ക് സേമിയ കൂടെ ചേർത്തിട്ട് പിന്നെയും കുറേ നേരം ഇളക്കി കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയൊരു ചട്ടിയിലാണ് വെച്ചിരിക്കണം. പിന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുക്കണം. പിന്നെ ഞങ്ങൾക്കും 1-2 പ്രാവശ്യം കുടിക്കാനുള്ളത് വേണം. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ വെന്ത് വന്നപ്പോൾ പഞ്ചസാരയും ചേർത്തു. പിന്നെ പൊടിച്ചതും ഏലക്കായ കൂട്ടി പൊടിച്ച പഞ്ചസാര അതും ആവശ്യത്തിന് ഇട്ടു കേട്ടോ. ഞാൻ മൊത്തം ജാറിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ വീഡിയോൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യണതിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇടയ്ക്കുണ്ടാവും. പിന്നെ അത് കാര്യമൊക്കെ ഉണ്ടാവും. പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞു വന്ന ശേഷം ഞാൻ ജാറിലത്തെ ഞാൻ മുഴുവനായിട്ടും അടിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി പാലൊന്ന് കുറുകി വന്നപ്പോൾ പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ട ശേഷം പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോഴേക്കും ആയില്ലേന്ന് ചോദിച്ചിട്ട് കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പാവും എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ പായസമൊട്ട് ആവണമില്ല, അവർക്ക് കാത്തിരുന്ന് മുഷിയും ചെയ്തു. അപ്പോൾ ഞാനത് ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. പിന്നെ അതിലേക്ക് ഇനി മിൽക്ക് മെയ്ഡ് ഒഴിക്കണം കേട്ടോ. അതും കൂടെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് പിന്നെ പിന്നെ ചൂടാറിയ ശേഷം പിന്നെ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ ഒഴിച്ചു. ഈ ടിന്നിന് വേണ്ടിയിട്ട് എത്ര ആളാണെന്നറിയോ കാവൽ മിൽക്ക് മെയ്ഡ് കഴിക്കാൻ. അപ്പോൾ പായസമൊക്കെ കുറുകി അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പിന്നെ ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്